Hello, I am Anu V from St. Peter's College, കോലഞ്ചേരി. ഈ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ അനാലിസിസിലെ ഒരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇസ് എ കംപ്ലീറ്റ് ഓർഡേർഡ് ഫീൽഡ്. അപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഒരു ഫീൽഡാണ് എന്ന് പറയുക, അതിന് ഓർഡർ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് പറയുക, അതുപോലെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുക. ഈ ഓരോ പ്രോപ്പർട്ടിയും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം R ഒരു ഫീൽഡ് ആണെന്ന് പറയുന്നു. ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഓഫ് R, നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ പറയുന്ന ആ ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് Rന് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഫീൽഡ് ആകണമെങ്കിൽ അത് ഒരു റിംഗ് ആയിരിക്കണം. റിംഗ് ആകണമെങ്കിൽ അവിടെ രണ്ട് ബൈനറി ഓപ്പറേഷൻ വേണം. ആറിലുള്ള ആ രണ്ട് ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്ലസ് എന്നും ഡോട്ട് എന്നും. അപ്പോൾ ഓൺ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ് there are two binary operations denoted by plus and dot called addition and multiplication respectively. ഇനി ഈ രണ്ട് ബൈനറി ഓപ്പറേഷൻസിനും കുറേ പ്രോപ്പർട്ടീസ് വേണം. ആദ്യം പറയാൻ പോകുന്ന 4 പ്രോപ്പർട്ടീസ് അഡീഷന്റെ ആണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറയാം ആർ അണ്ടർ അഡീഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണ് എന്ന്. അബീലിയൻ ഗ്രൂപ്പിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി ആണ്. അത് ഇവിടെ ബൈനറി ഓപ്പറേഷൻ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ക്ലോഷർ പ്രോപ്പർട്ടി വന്നു. അടുത്തത് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി പറയുന്നു. a plus b is equal to b plus a for all a comma b in R. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ. അടുത്തത് അസോസിയേറ്റിവിറ്റി ആണ്. അസോസിയേറ്റിവിറ്റിക്ക് നമ്മൾ 3 എലമെന്റ്സ് എടുക്കേണ്ടതുണ്ട്. a plus b, ആ അഡീഷൻ ആദ്യം ചെയ്യുക, പ്ലസ് സി, ദാറ്റ് ഈസ് ഈക്വൽ ടു a plus b plus c. ഇതാണ് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് സീറോ എലമെന്റ്. അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നമ്മൾ പറയുക എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്നാണ്. ഇവിടെ സീറോ എലമെന്റ് എന്ന് പറയുന്നു. There exists an element 0 in R such that 0 plus a equal to a. അതായത് ഈ 0 എന്ന എലമെന്റ് ഏതൊരു എലമെന്റിന്റെ കൂടെ ആഡ് ചെയ്താലും നമുക്ക് ആ എലമെന്റ് തന്നെ കിട്ടും. അതായത് എലമെന്റിന്റെ ഐഡന്റിറ്റിക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. അതുകൊണ്ട് അതിനെ ഐഡന്റിറ്റി എലമെന്റ് എന്നും അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ പറയാറുണ്ട്. അത് ഏത് ഓർഡറിൽ ചെയ്താലും a plus 0 equal to a ആയിരിക്കണം, അതുപോലെ 0 plus a equal to a ആയിരിക്കണം. നാലാമത്തെ പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെന്റ്. അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നമ്മളത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വെറുതെ ഇൻവേഴ്സ് എന്ന് വിളിക്കും. അതായത് ഏതൊരു എലമെന്റ് എ എടുത്താലും നമുക്കൊരു മൈനസ് എ എന്ന എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് ആ രണ്ട് എലമെന്റുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു 0. അപ്പോൾ ഇത് 4ഉം അഡീഷന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു. അതുകൊണ്ടാണ് A1, A2, A3, A4. ഈ 4 പ്രോപ്പർട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം ഇത് ഒരു അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണെന്ന്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എലമെന്റ് എല്ലാ എക്കും വേണം. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. അവിടെ ഇതുപോലെയുള്ള നെഗറ്റീവ് എലമെന്റ് അവിടെ അത് റെസിപ്രോക്കൽ എന്നാണ് പറയുക. അത് എല്ലാ എലമെന്റിനും വേണ്ട, നോൺ സീറോ എലമെന്റുകൾക്ക് മതി. അതായത് സീറോ എലമെന്റിന് വേണ്ട. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ്. സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ആദ്യത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് a ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ഫോർ ഓൾ എ കോമ ബി ഇൻ ആർ. ഇതെല്ലാം നമുക്ക് അറിയാവുന്നത്. ഏത് രണ്ട് റിയൽ നമ്പേഴ്സും ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സെയിം ഉത്തരം കിട്ടുക. അതുപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡോട്ട് ഇട്ട് എഴുതുന്നു. എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. അടുത്തത് നമുക്ക് എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെന്റ്. നേരത്തെ നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് സീറോ എലമെന്റ് എന്ന് പറയുന്നു, അവിടെ 0 എന്ന നൊട്ടേഷൻ കൊടുക്കുന്നു. ഇവിടെ there exists an element 1. ആ യൂണിറ്റ് എലമെന്റ് 0യോട് ഈക്വൽ ആകാൻ പാടില്ല, ഡിസ്റ്റിങ്ക്ട് ഫ്രം 0 such that
അവിടെ നമ്മൾ 0 ആഡ് ചെയ്യുമ്പോൾ എ തന്നെ കിട്ടണം. ഇവിടെ നമ്മൾ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ തന്നെ കിട്ടണം. അപ്പോൾ 1 ഡോട്ട് എ ഈക്വൽ ടു എ ആൻഡ് എ ഡോട്ട് 1 ഈക്വൽ ടു എ. അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ നമ്മൾ ഈ എലമെന്റിനെ വിളിക്കുന്നത് യൂണിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ്. ഇവിടെ നമ്മൾ യൂണിറ്റ് എലമെന്റ് എന്ന് വിളിക്കുന്നു. നാലാമത്തെ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നെഗറ്റീവ് എലമെന്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ റെസിപ്രോക്കൽസ് ഉണ്ട്. അത് എല്ലാ എലമെന്റുകൾക്കും വേണ്ട, നോൺ സീറോ എലമെന്റുകൾക്ക്. A not equal to 0 in R, there exists an element 1 by A in R such that അഡീഷന്റെ പ്രോപ്പർട്ടീസിൽ എയും മൈനസ് എയും ആഡ് ചെയ്യുമ്പോൾ 0 എലമെന്റ് കിട്ടണം. ഇവിടെ എയും 1 by എയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂണിറ്റ് എലമെന്റ് കിട്ടണം. a into 1 by a is equal to 1 and 1 by a into a equal to 1. ഇത് 4 മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ്. അഡീഷന്റെ കേസിൽ അതൊരു അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആണ് എന്ന് പറയാമായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം 0 എന്ന എലമെന്റിന് റെസിപ്രോക്കൽ ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് നോൺ സീറോ എലമെന്റ്സ് ഫോം എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അത് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള പ്രോപ്പർട്ടി ആണ്. ഞാൻ ഡി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി. അതുപോലെ അപ്പൊ ഇത് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, കാരണം ലെഫ്റ്റിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ബി പ്ലസ് സി ഡോട്ട് എ ഈക്വൽ ടു ബി ഡോട്ട് എ പ്ലസ് സി ഡോട്ട് എ. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് വരുമ്പോൾ R ഒരു ഫീൽഡ് ആണ് എന്ന് നമുക്ക് പറയാം. അടുത്തത് നമ്മൾ ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് R. ആ പ്രോപ്പർട്ടി പറയുന്നത് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് പി ആറിന് ഉണ്ട്. അതിന് ആ പീനെ നമ്മൾ പറയുക പോസിറ്റീവ് റിയൽസ് എന്നാണ്. ഇനി ആ പിക്ക് താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇഫ് എ കൊമ ബി ബിലോങ്സ് ടു പി ദെൻ എ പ്ലസ് ബി ബിലോങ്സ് ടു പി. അതായത് എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് എങ്കിൽ എ പ്ലസ് ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്, നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഇഫ് എ ആൻഡ് ബി ബിലോങ് ടു പി ദെൻ എ ബി ബിലോങ്സ് ടു പി. എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ആയ എ ബിയും പോസിറ്റീവ് ആയിരിക്കും. മൂന്നാമത്തേത് ഇഫ് എ ബിലോങ് ടു ആർ. ഒരു റിയൽ നമ്പർ എ എടുത്താൽ എക്സാക്ട്ലി വൺ ഓഫ് ദ ഫോളോയിങ് കോൾസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കണം. ഏതെങ്കിലും റിയൽ നമ്പർ എടുത്താൽ ഒന്നുകിൽ ആ റിയൽ നമ്പർ പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എ ബിലോങ്സ് ടു പി, അല്ലെങ്കിൽ ആ റിയൽ നമ്പർ 0 ആയിരിക്കണം, അതായത് എ ഈക്വൽ ടു 0, അല്ലെങ്കിൽ പിന്നെ ആ റിയൽ നമ്പർ നെഗറ്റീവ് ആയിരിക്കണം. എടുത്തിരിക്കുന്ന റിയൽ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ മൈനസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ മൈനസ് കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ നമുക്കത് പോസിറ്റീവ് കിട്ടും. സോ മൈനസ് എ ബിലോങ്സ് ടു പി. അപ്പോൾ എക്സാക്ട്ലി വൺ ഓഫ് ദ ഫോളോയിങ് ഹോൾസ് either a belongs to p or a equal to 0 or minus a belongs to p. ഇതാണ് ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് R. ഇനി അവസാനത്തെ പ്രോപ്പർട്ടി കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് R. അതിന് ഏത് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്താലും വിച്ച് ഹാസ് ആൻ അപ്പർ ബൗണ്ട്, അതായത് അപ്പർ ബൗണ്ട് ഉള്ള ഒരു നോൺ എംപ്റ്റി സെറ്റ് എടുത്താൽ അതിനൊരു സുപ്രീമം ഉണ്ടായിരിക്കണം. ഇതിനെ നമ്മൾ സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് R എന്നും പറയാറുണ്ട്. ഇതുപോലെ തന്നെ ഇൻഫിമം പ്രോപ്പർട്ടിയും വേണം. അതായത് എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഹാസ് എ ലോവർ ബൗണ്ട് ഓൾസോ ഹാസ് ആൻ ഇൻഫിമം. ലോവർ ബൗണ്ട് ഉള്ള നോൺ എംപ്റ്റി സെറ്റിന് ഇൻഫിമം ഉണ്ടായിരിക്കണം. അതിനെയാണ് ഇൻഫിമം പ്രോപ്പർട്ടി ഓഫ് R എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് R എന്ന് പറയും. ഈ 3 ടൈപ്പ് പ്രോപ്പർട്ടി, അതായത് ആൾജിബ്രൈക് പ്രോപ്പർട്ടി, ദെൻ ഓർഡർ പ്രോപ്പർട്ടീസ്, ദെൻ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടീസ്, ഇതെല്ലാം R-ന് ഉണ്ട്. സോ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് എ കംപ്ലീറ്റ് ഓർഡേർഡ് ഫീൽഡ്. ഓക്കെ, താങ്ക് യു.